നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമുക്ക് പരസ്പരം പ്രണയിച്ച് ജീവിക്കാൻ ജഗദീപേട്ട. കടലും അത് പുണരുന്ന കരയും പോലെ, ആകാശം ചുംബിക്കുന്ന ഭൂമിയെ പോലെ, രാത്രിയെ സ്നേഹിക്കുന്ന പകലിനെ പോലെ, പഴങ്കഞ്ഞി ഉപ്പും പോലെ. കളഞ്ഞു. ഞാനൊരു മൂഡിലോട്ട് വന്നതായിരുന്നു. അയ്യോ സോറി സുസു. സുസുവിന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. പഴങ്കഞ്ഞി മസ്റ്റാണ്. തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇനി എന്റെ ഫ്ലോ തടസ്സപ്പെടുത്തരുത്. ഇല്ല. ഈ കടൽ, ഇതിലെ തിരകൾ, ഉപ്പുരസമുള്ള കാറ്റ്, ഇതെല്ലാം കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക ജഗദീപേട്ട. ഭ്രാന്ത? അതല്ലെങ്കിൽ നിനക്ക് ഭ്രാന്ത് തന്നല്ല. എങ്ങനെയാ ഭ്രാന്ത് പിടിക്കുന്നതെന്ന് ജഗദീപേട്ടൻ ചോദിച്ചില്ലല്ലോ. അതിപ്പോ ഒരാൾക്ക് ഭ്രാന്താവാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ലല്ലോ. ഇത് നട്ടഭ്രാന്ത്. ഇതല്ല ജഗദീപേട്ട. എന്ന്? പ്രണയം കൊണ്ടുള്ള ഭ്രാന്ത്. അത് ഉച്ചക്കിറുക്ക്. ജഗദീപേട്ടൻ, ഈ കടലിന്റെ നടുവിൽ എനിക്കൊരു മാണിക്യ കൊട്ടാരം കെട്ടിത്തരണം. 7000 നിലയുള്ള മാണിക്യ കൊട്ടാരം. അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയില് നമ്മുടെ മണിയറയാ. അവിടെ എല്ലാ രാത്രിയും നിലാവും നക്ഷത്രങ്ങളും ആകാശത്തിലെ ചന്ദ്രനും ഒക്കെ നോക്കി നിൽക്കുമ്പോ നമ്മൾ പരസ്പരം പ്രണയം കൈമാറും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ സുസ്മിതേ? എന്തേ? അത് ഒന്നാമത് ചന്തുവിന്റെ വാടക വീടിന്റെ ചായ്പിലാണ് ഞാൻ കിടന്ന് തുടങ്ങിയിരുന്നത്. അവിടെ ഒരു ഓട് പൊട്ടിയിട്ട് മഴവെള്ള ഉച്ചി വീണപ്പം ആ ഓട് മാറ്റാൻ പെട്ട പാടെന്താണെന്ന് എനിക്കറിയാം. ഞാൻ നിനക്ക് കടലിന്റെ നടുക്ക് 7000 നിലയുള്ള കൊട്ടാരം പണിയണം, അത് മാണിക്യം കൊണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് നീന്തൽ അറിഞ്ഞുവിടുന്നു. അപ്പൊ ജഗദീപേട്ടന് നീന്തൽ അറിഞ്ഞൂടാ? ഇല്ല. മുട്ടറ്റം വെള്ളം കണ്ട എനിക്ക് പേടിയാവും. പിന്നെ ഈ ചെന്നിയുടെ അസുഖണ്ടേ, മനസ്സിലായില്ലേ? ഈ ചുഴലി, ഫിറ്റ്സ് എന്ന് പറയൂലേ, അതുണ്ട്. ഒറ്റയ്ക്ക് എങ്ങാനും വെള്ളത്തിൽ വീണാലേ എപ്പോഴാ ഫിറ്റ്സ് വന്ന് പിടച്ച് ചാവണേന്ന് അറിയാൻ പറ്റില്ല. എന്താ സുസ്മിത അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. ജഗദീപേട്ടന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ബലവും ദൗർബല്യവും ഒക്കെ അറിഞ്ഞിരിക്കട്ടെ ഞാൻ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഇതൊക്കെ നേരത്തെ പറയണ്ടേടാ. നിന്നെ എപ്പോഴേ ഞാൻ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊന്നേനെ. അതെ, നമുക്ക് പോയാലോ? ഇത്രയും വെള്ളം ഒരുമിച്ച് കണ്ടിട്ട് എനിക്ക് പേടിയാവണം. അങ്ങനെ പേടിക്കാതെ ജഗദീപേട്ടാ, ഞാനില്ലേ കൂടെ. നമുക്ക് ഇനിയും സ്ഥലങ്ങൾ കാണാനുണ്ട്. വാ വാ. ഇതുവരെ കാണാത്ത ഏത് സ്ഥലമാ ഉള്ള ഇവിടെ? അതൊക്കെ ഉണ്ട് ജഗദീപേട്ടൻ, വാ വാ. ഇതുവരെ കാണാത്ത സ്ഥലം ഏതാന്നോ? കടലിന്റെ അടിത്തട്ട് കാണിച്ചു തരാവടാ നിനക്ക് ഞാൻ. രോഹിത്തിനേക്കാൾ കഷ്ടമായിരിക്കും നിന്റെ വിധി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.